നമ്മുടെ ജനാധിപത്യത്തെ ആകെ തകർക്കുന്നതാണ് ഈ ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറയുന്നത്. അവരിലേക്ക് പണം മുഴുവൻ പമ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കലാണ്. ആ പൈപ്പ് ലൈനാണ് ഇലക്ട്രോറൽ ബോണ്ട് വഴി ഉണ്ടായിരിക്കുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ 2017 അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിരിക്കെ നിർദ്ദേശിക്കുകയും ബജറ്റിൽ നിർദ്ദേശിക്കുകയും 2018 മുതൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് പറയുമ്പോൾ കള്ളപ്പണം ഇല്ലാതാക്കാൻ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ സുതാര്യമാക്കാൻ എന്നൊക്കെ ഉള്ള പേരിലാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം 2017 നിർദ്ദേശിക്കുകയും 2018 പ്രാബല്യത്തിലാക്കുകയും ചെയ്തത്. 2018 പ്രാബല്യത്തിലാക്കിയത് മുതൽ 2022 വരെയുള്ള കണക്കുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പരസ്യമായിട്ടുള്ളത്. ബോണ്ട് വഴി എത്ര രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടി എന്നത് സംബന്ധിച്ച് 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 9188 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കിട്ടിയത്. ഈ സംഭാവനകളിൽ ഭൂരിഭാഗവും രാജ്യത്തെ പ്രധാനപ്പെട്ട കുത്തക കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കൊടുത്തതാണ്. ഈ 9188 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് നൽകുമ്പോൾ അതിൽ 5250 കോടി രൂപയോളം ബി ജെ പിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് പകുതിയിലധികം ബി ജെ പിക്കാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് 950 കോടി രൂപ മാത്രമാണ്. ബാക്കി തുക ബാക്കിയുള്ള 6 ദേശീയ പാർട്ടികൾക്കും പിന്നെ 24ഓളം റീജിയണൽ പാർട്ടികൾക്കുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ 9188 കോടി രൂപയിൽ 50%-ലധികം കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്കാണ് എന്ന് സാരം. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതിനുള്ള ഉത്തരം കിട്ടിയ സംഭാവനയിൽ 50% കിട്ടിയത് ഭരിക്കുന്ന പാർട്ടിക്കാണ് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വന്ന ഉടൻ തന്നെ ഇത് ചോദ്യം ചെയ്തുകൊണ്ട്, ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് പലരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, CPIM, കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ജയ താക്കൂർ, മറ്റ് നിരവധി ആളുകൾ ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്യുന്ന ആളുകൾ ആര് എന്നുള്ളത് പരസ്യമാക്കേണ്ടതില്ല എന്ന സൗകര്യമുണ്ടായിരുന്നു. അതായത് ഏത് കമ്പനിയാണ്, ഏതൊക്കെ കുത്തക കമ്പനികളാണ് ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് എന്നത് പരസ്യമാക്കേണ്ടതില്ല എന്ന സൗകര്യം ഈ ഇലക്ട്രൽ ബോണ്ടുകൾക്കുണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്കുള്ള അറിയാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ CPIMൻ്റെ നേതാവ് കൂടിയായ KT കുഞ്ഞിക്കണ്ണൻ നമുക്കൊപ്പം ഉണ്ട് ഇൻസൈറ്റിൽ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ വിധി, സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന വിധി എത്രത്തോളം പ്രധാനമാണ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ച്? ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ സുതാര്യമാക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായ രീതിയിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. ആ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനെ എല്ലാ കാലത്തും എന്താണ്? പണമാണ്. ജനാധിപത്യം പണാധിപത്യമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാ കാലത്തും വിലപിച്ചു കൊണ്ടിരുന്നത്. ആ പണാധിപത്യത്തെ നിയമവിധേയമാക്കാനുള്ള ശ്രമമാണ് 2017 ബജറ്റ് പ്രസംഗം വഴി വളരെ പരിണതപ്രജ്ഞനായ സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി സൂത്രത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. 2017 തന്നെ ബജറ്റ് നിർദ്ദേശങ്ങളായിട്ട് ഇത് വന്നപ്പോൾ പാർലമെൻ്റ് അംഗത്ത് അതിശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് കുത്തക കമ്പനികളും സർക്കാരും തമ്മിലുള്ള, അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടികൾ എന്ന് പറയുന്ന ഈ വൻകിട കോർപ്പറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന BJP, കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഒരു രഹസ്യ പണമിടപാട് സംവിധാനമാണ്. അപ്പോൾ രഹസ്യ പണമിടപാട് സംവിധാനം എപ്പോഴും സ്വാഭാവികമായിട്ട് എന്താണ്? കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ നയരൂപീകരണത്തിന് അവർ പണം കൊടുക്കും. അതിന് പ്രതിഫലമായിട്ട് എന്താണ്? ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കണം, പരിഷ്കാരങ്ങൾ നടപ്പാക്കണം. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളും ഭരണ നടപടികളും നടത്താൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പണം അവർ കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് വളരെ പ്രത്യക്ഷമായ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വളരെ നിയമപരമായ ഒരു സംവിധാനം എന്ന നിലക്കാണ് വരുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്ന പ്രശ്നം ആ ഘട്ടത്തിൽ തന്നെ
പാർലമെൻറ്റ് അംഗത്ത് ഉയർന്നു വന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ശക്തമായി പാർലമെൻറ്റ് അംഗത്ത് എതിർക്കാൻ തയ്യാറായില്ല. കാരണം രഹസ്യമായി പണം കൊടുക്കാമോ എന്നുള്ള പ്രശ്നം. ആരാണ് പണം കൊടുക്കുന്നത്? ആ പണം കൊടുക്കുന്ന ആളുകൾ, രാഷ്ട്രീയ കക്ഷികൾക്ക് പണം കൊടുക്കുന്ന ആളുകളുടെ താല്പര്യം എന്താണ്? അപ്പോൾ വൻകിട കോർപ്പറേറ്റുകൾ അവർക്ക് പല മാർഗ്ഗങ്ങളിലൂടെ കിട്ടുന്ന പണം എന്താണ് വെളുപ്പിക്കാൻ, നിയമവൽക്കരിക്കാൻ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ സംഭാവന സംവിധാനം സഹായിക്കും. അപ്പം ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തക പ്രീണനപരമായ കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങൾ, ആ നയങ്ങൾക്ക് പ്രതിഫലമായി അവർക്കിഷ്ടം പോലെ പണം സ്വരൂപിക്കാനുള്ള, ധനസമാഹരണത്തിനുള്ള, ഫണ്ട് സ്വരൂപണത്തിനുള്ള നല്ലൊരു മാർഗ്ഗമായിട്ട് ഈ ഇലക്ട്രോറൽ ബോണ്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്ട്രോറൽ ബോണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അംബാനി അദാനിയാണെന്നൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും പറയും. അപ്പോൾ ഈ ഇലക്ട്രോറൽ ബോണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് ആരാവാം? ഈ അംബാനി അദാനിമാർ ഉൾപ്പെടെയുള്ള ഒരു ന്യൂ റിച്ച് ക്ലാസ് ഉണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ തുടങ്ങിയതിന് ശേഷം വളർന്നു വന്ന റിച്ച് ക്ലാസ്. ഇപ്പം നമുക്ക് അദാനി എന്നൊക്കെ പറയുന്നത് ധീരുഭായ് അംബാനിയുടെ പുത്രനാണ് ഈ മുകേഷ് അംബാനി. 1990കളിൽ ധീരുഭായ് അംബാനിയും അയാളുടെ പുത്രന്മാരായ ആളുകൾ നടത്തുന്ന കമ്പനിയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുത്തകളുടെ ലിസ്റ്റിൽ വന്നിരുന്നില്ല. 92-93 ഘട്ടത്തിൽ ഈ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ നിക്ഷേപം 50 ലക്ഷം കോടിയോളം ഓഹരി വിപണിയിലേക്ക് നിക്ഷേപിക്കാനുള്ള തീരുമാനമുണ്ടായി. അവിടെയാണ് കാളക്കൂറ്റന്മാരായിട്ട് അദാനിമാരുടെയും അംബാനിമാരുടെയൊക്കെ ഏജൻറ്റുമാർ വന്നത്, കേതൻ പരേക്ക്. ഇപ്പോൾ അതിൽ വിചിത്രമായൊരു വസ്തുത രാജീവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മുംബൈ ഓഹരി കുംഭകോണത്തിൽ ഹർഷത് മേത്തയോടൊപ്പം പ്രതിയായ ആളാണ് ആര്? കേതൻ പരേക്ക്. ആ കേതൻ പരേക്കാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വിവരം, മൗറീഷ്യസിൽ നിന്ന് അദാനിയുടെ പണം ഇങ്ങോട്ടേക്ക് വെളുപ്പിച്ചെത്തിക്കുന്നതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന, അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആരാണ്? കേതൻ പരേക്കാണ്. അപ്പോൾ കേതൻ പരേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റിലയൻസിലല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അദാനി കമ്പനിയിലാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി വലിയ രീതിയിൽ ഓഹരി വിപണിയിൽ കാളക്കൂറ്റന്മാരെ ഇറക്കി എന്താണ് ആയിരക്കണക്കിന് കോടികൾ, ഈ സെൻസിറ്റീവ്സ് ഇൻഡെക്സ് ഉയർന്നതും താഴ്ന്നതും അനുസരിച്ച് എന്താണ് ഓഹരി വിപണിയിൽ നിന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർ അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ പൊതുമേഖലാ ബാങ്കിൽ നിക്ഷേപിച്ച പണം ഇവിടെ വന്നപ്പോൾ എന്താണ് ഈ ഓഹരി വാങ്ങിയും മറച്ചു വിറ്റും എന്താണ് ഒരു ദിവസം അംബാനിക്ക്, മുകേഷ് അംബാനിക്ക് 21,000 കോടി വരെ കിട്ടുന്ന ഇതുണ്ട്. ഇത് കൃത്യമായ ഈ ചങ്ങാത്ത മുതലാളിത്തം, ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമായിരുന്നു. ഇപ്പോൾ അതെന്താണ് കുറേ കൂടി നഗ്നവും പ്രത്യക്ഷവും ഭീകരവുമായ മാനങ്ങളിലെത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ചട്ടങ്ങളെയൊക്കെ തന്നെ മാറ്റിമറിക്കുകയാണ് അദാനിക്ക് വേണ്ടി. എന്നിട്ട് എന്താണ് SBIയിൽ നിന്ന് കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടികൾ വിദേശ രാജ്യങ്ങളിൽ വരെ അയാൾക്ക് നിക്ഷേപം, ഇപ്പോൾ ഖനന മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളും നിക്ഷേപം നടത്താൻ എന്താണ് ഈ പൊതുമേഖലാ ബാങ്കുകളുടെ പണം ഇഷ്ടംപോലെ വായ്പയെടുക്കാൻ, മൂലധന വായ്പയെടുക്കാൻ സാധിക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് 90കൾക്ക് ശേഷം ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തെയാണ് 2014 ശേഷം ഉള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. ആ സംഭവങ്ങളിൽ പ്രധാനമാണ് 2017 കൊണ്ടുവന്ന ഈ ഇലക്ട്രോറൽ ബോണ്ട്. ഈ ഇലക്ട്രോറൽ ബോണ്ട് ഇന്ത്യൻ ഭരണകൂടം എത്രത്തോളം ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളാണ് എന്നും ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ക്രോണികളായിട്ട് നമ്മുടെ ബൂർഷ്വാ പാർട്ടികൾ മാറുന്നു, ഭരിക്കുന്ന പാർട്ടി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10,000 കോടി രൂപയോളം ഈ ഇലക്ട്രോറൽ ബോണ്ടിൽ വരുമ്പം അതിൽ പകുതിയിലേറെ എന്താണ് രാജ്യം ഭരിക്കുന്ന മുഖ്യ പാർട്ടിക്കാണ്, BJPക്കാണ് കിട്ടുന്നത്. ഈ പണം അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പണം ഉപയോഗിച്ചാണ് ഇപ്പം ജയിച്ചു വന്ന പ്രതിപക്ഷ പാർട്ടിക്കാരെ പണം കൊടുത്ത് ഓപ്പറേഷൻ ലോട്ടസ്, ഈ രാജ്യത്ത് നടത്തിയിട്ട് ഓപ്പറേഷൻ ഗോവ, കർണാടക, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനം, മധ്യപ്രദേശ്, ഇവിടെ എല്ലാം നടന്നിട്ടുള്ള ഈ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ സോഴ്സ് എന്താണ്? ഈ അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ ആകെ തകർക്കുന്നതാണ് ഈ ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദ് ചെയ്ത സുപ്രീം കോടതി വിധി ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിലെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരവും ആഹ്ലാദകരവുമായ ഒരു സന്ദർഭത്തെ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച്, അതിൻ്റെ അതാര്യമായ ഇടപാടുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ അരുൺ ജെയ്റ്റ്ലി പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതുവരെ ഒരു വ്യവസ്ഥയുമില്ല. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യവസ്ഥയും നിലവിലില്ല. രാഷ്ട്രീയ പാർട്ടികൾ സ്വമേധയാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇതിനൊരു വ്യവസ്ഥയുമില്ല. ആര് കൊടുക്കുന്നു, എത്ര കൊടുക്കുന്നു, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇതിനെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നത് എന്ന് ഒരു വാദം പറയുന്നു. അതുപോലെ ഈ പറയുന്ന വൻകിട കുത്തകകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകുന്ന പണം, അതുവഴി അവർ നടത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത് രണ്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് എന്നാണ് അന്ന്
അരുൺ ജെയ്റ്റ്ലി ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്, വളരെ സുഘടിതമായൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്, ബാങ്ക് വഴിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് വഴി മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർക്ക് പണം സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് വളരെ സുതാര്യമാണ് എന്നാണ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നത്. അത് ഒരു പരിധിവരെ നോക്കുമ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ലേ? അതിനു മുമ്പ് അങ്ങനെ ഒരു സിസ്റ്റമില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട്. അതോടൊപ്പം അരുൺ ജെയ്റ്റ്ലിയുടെ ഈ വാദം നല്ല ഫാസിസ്റ്റ് യുക്തിയാണ്. ഒരു സിസ്റ്റമില്ല, ഞങ്ങളൊരു ഓർഡറിലേക്ക് കൊണ്ടുവരികയാണ്, ഞങ്ങളൊരു സുതാര്യതയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരുടെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ അവരിലേക്ക് പണം മുഴുവൻ പമ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കലാണ്. ആ പൈപ്പ് ലൈനാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പ്രധാനമാണ്. അപ്പോൾ അതിന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് വ്യവസ്ഥയും സംവിധാനമാണ്. അതാണ് വേണ്ടത്. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നത് എന്താണ്? പാർട്ടികൾ ഫണ്ട് ശേഖരിക്കുകയല്ല ചെയ്യേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ തന്നെ എന്താണ് അതിനാവശ്യമായ ഫണ്ടുകൾ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്നും സർക്കാരിൽ നിന്നും, സർക്കാരിൻ്റെ ബജറ്റിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട്, അതിൽ നിന്ന് ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് സർക്കാർ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം രാജീവ് ശ്രദ്ധിച്ചോ എന്നറിയില്ല, MA ബേബി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 10,000 കോടിയോളം ഇത് മുഴുവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സർക്കാർ കണ്ടെത്തണമെന്നാണ് ഈ പണം. എന്നിട്ട് എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ആവശ്യമായ ഫണ്ട് എന്ത് ചെയ്യണം? സർക്കാർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെയാണ് സുതാര്യമാകേണ്ടത്. അല്ലാതെ സർക്കാർ ഒഴിഞ്ഞു പോവുകയും കോർപ്പറേറ്റുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും പരസ്പരം ബന്ധിപ്പിക്കുകയും അവർക്ക് രഹസ്യ ഇടപാട് നടത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള ഒന്ന് കൊണ്ടുവരികയും ചെയ്യുന്നത് സുതാര്യമാക്കലല്ല, അതിനെ ജനാധിപത്യപരമായൊരു വ്യവസ്ഥയാക്കലല്ല. മറിച്ച് എന്താണ്? കോർപ്പറേറ്റുകളും അവരെ സഹായിക്കുന്ന പാർട്ടികളും തമ്മിലുള്ള അങ്ങേയറ്റം അധാർമികമായ എല്ലാവിധ ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായ ഒരു കൂട്ടുകെട്ടാണത്. നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സമ്പത്തുത്പാദന മേഖല, ഈ വിപണി, ഇതെല്ലാം തന്നെ കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് സംസാരിക്കും, ഈ വിധി വരുമ്പോൾ ചരിത്രപ്രസിദ്ധമായ ഒരു സമരം ഡൽഹിയിൽ നടക്കുകയാണ്. ഭാവി ഇന്ത്യയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ആ സമരം സ്വയം തന്നെ അതിൻ്റെ ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ സഫലീകരിക്കുമെന്നുള്ളതല്ല, പക്ഷേ ഭാവി ഇന്ത്യയെ രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സമരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമരം നടക്കുന്നതിന് കാരണം എന്താണ്? കൃഷിയുടെ ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും സംഭരണത്തിൻ്റെയും സമസ്ത മണ്ഡലങ്ങളും വലിയ അഗ്രി ബിസിനസ് കമ്പനികളെ, അതായത് ഈ BJPക്കാർക്ക് പിറകിലുള്ള അദാനി ഫുഡ്സ് ഉൾപ്പെടെയുള്ള അഗ്രി ബിസിനസ് കമ്പനികളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഫാം ലോസ് വന്നത്. ആ ഫാം ലോസ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിക്കാർ സമരം ചെയ്ത് അവസാനം എന്താണ്? ഈ സമരക്കാരുടെ മുമ്പിൽ ഗത്യന്തരമില്ലാതെ മുട്ടുമടക്കി. എന്നിട്ട് എന്താണ്? എൻ്റെ ഹൃദയശുദ്ധിയുടെ ഭാഷയിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പ് നൽകുന്നു, ഞാനാണ് ഗ്യാരണ്ടി എന്നന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോഴെന്താണ്? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് MS മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യവും നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യയിൽ കർഷകാത്മഹത്യ വളരെ 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 തീക്ഷ്ണമായൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കടമാണ്. അവർ കൃഷിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ്. ബാങ്കുകളുടെ പ്രയോറിറ്റി മാറിയതുകൊണ്ട് ഹുണ്ടിയക്കാരിൽ നിന്നും പലരും വായ്പ എടുക്കുന്നുണ്ട്. ഇനി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത പണം ഇൻസ്റ്റാൾമെൻറ്റോ ഗഡുക്കളോ അടക്കാൻ, അതിൻ്റെ ഇൻട്രസ്റ്റോ ഒന്നും അടക്കാൻ കൃഷിക്കാർക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. വില കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് ഉണ്ടാകണം. അതേപോലെ തന്നെ ഏറ്റവും പുതിയ ബജറ്റ് നിർമ്മലാ സീതാരാമൻ്റെ ആ ബജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃഷിക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡികൾ, വിത്തിന്, വളത്തിന്, അതേപോലെ തന്നെ വൈദ്യുതിക്ക്, ഈ സബ്സിഡികളെല്ലാം എന്താണ്? പരിമിതപ്പെടുത്തുകയാണ്. മുൻ ബഡ്ജറ്റിനെ പോലെ തന്നെ പരിമിതപ്പെടുത്തുന്ന ഒരു നയമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ വരുമ്പം അവർക്ക് കടമെടുത്ത പണം തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന കൃഷിക്കാരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുമായിരുന്നു. കൃഷി ഒരു സ്റ്റേറ്റ് വിഷയമായതുകൊണ്ടും അതേപോലെ തന്നെ ഈ ലോ ആൻഡ് ഓർഡറൊക്കെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ടും ആത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടി എന്താണ്? കടം എഴുതി തള്ളുകയോ അതിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ ചെയ്യാവുന്നൊരു സമീപനം പല സംസ്ഥാന സർക്കാരുകളും എടുത്തിരുന്നു. പക്ഷേ ഇത് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? സർഫാസി ആക്റ്റാണ്. 2003 വാജ്പേയി സർക്കാരാണ് സർഫാസി ആക്ട് കൊണ്ടുവന്നത്. അത് നടപ്പാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് കർഷക ആത്മഹത്യയുടെ തോത് കൂടി വന്നത്. 2024 UPA സർക്കാരിന് BJP ഒഴിച്ച് മാറ്റി നിർത്താൻ പിന്തുണ കൊടുത്തതിൻ്റെ ഇടതുപക്ഷം വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധി എന്താണ്? ഈ സർഫാസി ആക്ട് റദ്ദ് ചെയ്യണം, അത് പാർലമെൻറ്റ് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അന്ന് സോണിയാഗാന്ധി അത് സമ്മതിച്ചതാണ്. പക്ഷേ പിന്നീട് എന്താ നമ്മൾ കണ്ടത്? ഈ വൻകിട അഗ്രി ബിസിനസ് കമ്പനികളുടെയും ബാങ്കർമാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ആ നിയമം റദ്ദ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ സോണിയാഗാന്ധി ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിന് കൊടുത്തു, ഇത് പ്രയോഗിക്കില്ല. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സർഫാസി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് കർഷകരെ റിക്കവർ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ സർഫാസി ആക്ട് ഉപയോഗിച്ചിരുന്നില്ല.
ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ സർഫാസ് ആക്ട് വ്യാപകം. അപ്പോഴാണ് വിതർവയൊക്കെ 10,000 ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. കർഷകരെന്ന് പറയുന്നത് എന്താണ്? അവരൊരു അടിസ്ഥാന പ്രൊഡ്യൂസറാണ്, ഉൽപ്പാദകരാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മാഭിമാനമുള്ളൊരു വർഗ്ഗമാണ്. ആ വർഗ്ഗപരമായി തന്നെ എന്താണ് ആത്മാഭിമാനം വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അവർക്ക് അപമാനിക്കപ്പെടുന്നത്, തങ്ങളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യപ്പെടുന്നത്, അതൊക്കെ അപമാനമായിട്ട് അവർ കാണും. അതുകൊണ്ട് തന്നെ അതാണ് അവർ കയറെടുത്ത് ആത്മഹത്യ ചെയ്യും പോലും. കൃഷി നശിച്ച് കടം വന്ന് മുടിഞ്ഞ് ജപ്തിക്ക് വിധേയനാകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ്, ജീവിതം അവസാനിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന കൃഷിക്കാരുടെ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജപ്തി ഇപ്പം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സംസ്ഥാന സർക്കാർ ഈ കടം മൊറട്ടറി ഉണ്ട്, അവിടെ എന്താണ് ജപ്തി പാടില്ല എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തിട്ട് എന്താണ്, സർഫാസി ആക്ട് അനുസരിച്ച് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നേരിട്ട് പോലീസിനോട് പറയാം റിക്കവറി. ഇങ്ങനെയാണ് ഈ രാജ്യത്ത് ആത്മഹത്യ നടക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഒരു പൊതു ചിത്രത്തിൽ കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ കർഷക സമരം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. ഈ സമരത്തിലും എന്താണ്, താങ്ങുവില മാത്രമല്ല അവർ ഉന്നയിക്കുന്നത്, അവർ പ്രധാനമായിട്ട് കടം എഴുതി തള്ളണം എന്നുള്ളതാണ്. അത് ഇന്ത്യൻ കർഷകൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് നാണ്യവിളകളുടെയൊക്കെ വില കുറയുന്നതിൻ്റെ പ്രധാന കാരണം ഗാട്ട ആസിയൻ കരാർ തൊട്ടുള്ള ഇറക്കുമതിയാണ്. ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടണമെന്നുള്ളത് കൃഷിക്കാരുടെ ഒരു പ്രധാന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കർഷകർ ഉന്നയിച്ചിരിക്കുന്ന വളരെ വിപ്ലവകരമായ ഒരു മുദ്രാവാക്യമാണ് എന്ത്, ഇനി തൊട്ട് എന്താണ് സ്വതന്ത്ര വ്യാപാര കരാറുകൾ, ഉടമ്പടികൾ, ഇത്തരം ചർച്ചകൾ നടത്തുന്നതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾ വേണ്ടത്ര രീതിയിൽ സമൂഹം ചർച്ച ചെയ്യാതിരിക്കുകയാണ്. ആ ചർച്ച ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. 3 ദിവസമായിട്ട് നമ്മൾ രാമനെ ചൊല്ലിയുള്ള തർക്കം ഇല്ലല്ലോ, നമുക്ക് കർഷക പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഈ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഭൗതിക ജീവിതത്തെ ഇത്രയും മോശകരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ച സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നമ്മുടെ നാഷണൽ ചാനലുകളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ പ്രാധാന്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ, ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ, സാമ്പത്തിക ജീവിതത്തിൻ്റെ ഒരു സാന്ദ്രീകൃത രൂപമാണല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാതെ രാഷ്ട്രീയത്തിൽ രാമനാണോ കൃഷ്ണനാണോ ശിവനാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന ആളുകളെ ചേരിതിരിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി കോർപ്പറേറ്റുകൾ. ഇപ്പം ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യമെന്ന് പറയുന്നത് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് എത്ര രൂപ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ സംഭാവന നൽകി? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് 35,000 കോടിയാണ് കേന്ദ്ര സർക്കാർ ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ആ 35,000 കോടിയിൽ ഇന്ത്യയിൽ ഏതൊക്കെ കോർപ്പറേറ്റുകളാണ് സംഭാവന നൽകിയത്? ആ സംഭാവന എന്താണ്? BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയുള്ളതാണ്. രാമഭക്തി ഇളക്കി വിട്ട് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ, മെജോറിറ്റിനിസം വഴി വീണ്ടും തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു അജണ്ടയ്ക്കുള്ള സംഭാവനയാണത്. അല്ലാതെ രാമഭക്തരുള്ള കൂറുകൊണ്ടൊന്നുമല്ല അംബാനിയോ അദാനിയോ ഒന്നും സംഭാവന കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ അവിഹിത മാർഗ്ഗങ്ങളും ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള അധാർമികമായ വഴികൾ ഉപയോഗിച്ചാണ് BJP പ്രവർത്തിക്കുന്നത്. അതിനെല്ലാം എതിരായിട്ടുള്ള വലിയൊരു താക്കീതായിട്ട് ഇത് മാറും. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കണം, രാഷ്ട്രീയം സുതാര്യമാകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. ആ വിധിയുടെ പറയുമ്പോഴേ ഇപ്പോൾ ഈ നിയമം, അതായത് ഫിനാൻസ് ബില്ലിൽ ഇത് കൊണ്ടുവരികയും ഇത് 2018 നടപ്പാക്കുകയും ചെയ്തപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനെയാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരാലോചനയും കേന്ദ്ര സർക്കാർ നടത്തിയില്ല എന്ന് സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉർജിത് പട്ടേലായിരുന്നു അന്ന് RBIയുടെ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞത് ഇത് ഫലപ്രദമാകില്ല, കള്ളപ്പണം തടയാനോ ഈ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനോ ഫലപ്രദമായൊരു മാർഗ്ഗമേ അല്ല ഇത് എന്ന് RBI അന്നത്തെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ, RBI ഇവയായിട്ടൊന്നും ഒരു ചർച്ചയും കൂടാതെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നൊരു സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത് രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ള നിർബന്ധമൊന്നും പാടില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യവും രാജ്യത്തെ പൗരന്മാരെ അറിയിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടാൻ പാടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന വാദമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. അപ്പോൾ ഇത് ഒരു കേവലം ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ സംഭാവന സ്വീകരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവത്തെ കൂടെ കാണിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇതിനെ നമ്മൾ കാണും. തീർച്ചയായിട്ടും അതിൻ്റെ സ്വേച്ഛാധിപത്യ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു നിയോ ലിബറൽ കാലത്തെ സ്റ്റേറ്റ് മൂലധനത്തിൽ വിലയിക്കുകയാണ്. സ്റ്റേറ്റിന് ഭരണഘടനയൊക്കെ ഉണ്ടെങ്കിലും ആ ഭരണഘടന അനുസരിച്ചുള്ള അതിൻ്റെ സ്വതന്ത്രമായി സ്റ്റേറ്റ് പ്രവർത്തിക്കാതെ കോർപ്പറേറ്റ് ഇംഗിതമനുസരിച്ച് മാത്രം സ്റ്റേറ്റ് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പച്ചയായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രോണി ക്യാപിറ്റലിസമാണ് ഉള്ളത്. മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 12 ലക്ഷം കോടി രൂപയുമാണ് ഈ
വൻകിട കുത്തകകൾ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ഒരു നയാ പൈസ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റായിട്ടോ ഗഡുക്കളായിട്ടോ അടക്കാതെ കുടിശ്ശിക വരുത്തി അതൊക്കെ തന്നെ എന്താണ് കിട്ടാക്കടമാക്കി. എന്നിട്ട് ആ കിട്ടാക്കടം എന്ന വകുപ്പ് നിലനിൽക്കുന്നുണ്ട്, നിയമ നടപടി ഉണ്ടാകുന്നതുകൊണ്ട് അവരെന്താണ് അവർ നാട് വിടുകയാണ്. ഈ നാട് പാർലമെൻറ്റിൻ്റെ എന്താണ് ഇടനാഴികളിൽ വെച്ച് അവരോട് പോയിക്കൊള്ളാൻ അവരെ കൈവീശി യാത്രയയക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇത് കാണിക്കുന്നത് എന്താണ്? സർവ്വകള്ളന്മാരായ മുതലാളിമാരുമായി ചേർന്നുകൊണ്ടുള്ള അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലുള്ള മറയുമില്ലാതെ അങ്ങനെ നമ്മൾ ജനാധിപത്യത്തിലെ ഈ സുതാര്യതയെക്കുറിച്ചൊക്കെയുള്ള വാചകമണികൾ ഒട്ടും ഒരാദർശാത്മകമായി അലസ്വരപ്പെടുത്താത്ത തനി സ്വേച്ഛാധിപത്യ വാഴ്ചയാണ്. ആ സ്വേച്ഛാധിപത്യ വാഴ്ച മോഡിക്ക് എന്താ സാധിക്കുന്നതെന്ന് വെച്ചാൽ മോഡി RSS പ്രചാരക്കാണ്. RSS ഈ ജനാധിപത്യ സംവിധാനത്തിനെതിരാണ്. അവരെന്താണ് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ പഴയ ഒരു കാലഘട്ടത്തെ ചരിത്ര കാലഘട്ടത്തെ കൊളോണിയൽ ചരിത്രകാരന്മാർ നമ്മുടെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ ഈ ഗുപ്ത മൗര്യ കാലഘട്ടത്തെ ഒക്കെ തന്നെ എന്താണ് ആദർശവൽക്കരിച്ച് അത്തരത്തിലുള്ളൊരു സുവർണ്ണകാലം പുനരാനയിക്കണമെന്ന് പറയുന്നവരാണ്. അത് ജനാധിപത്യത്തിൻ്റെ വിരുദ്ധ ദിശയിലുള്ള അത് ഏറ്റവും അത് പ്രധാനമായിട്ട് എന്താണ് അത് വിവേചനങ്ങളുടേതായ ശുദ്ധാശുദ്ധങ്ങളുടേതായ ഒരു ധർമ്മശാസ്ത്രത്തെയാണ്. അപ്പോൾ വിവേചനത്തെ ഒരു ആദർശാത്മക പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരെ അലട്ടുന്ന പ്രശ്നമല്ല. അവർ എത്രയും വേഗം എന്താണ് അവരുടെ ആദർശ ലോകം എന്ന് പറയുന്നത് ഈ സുവർണ്ണകാലമാണ്. ആ സുവർണ്ണകാലത്തിൻ്റെ പുനരാനയമാണ്. ആ പുനരാനയം എന്ന് പറയുന്നത് RSSൻ്റെ ഈ ശതാബ്ദി വർഷത്തിൽ 2025 ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരൊരു ഹിന്ദു രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ സുതാര്യത ഇതൊന്നും അവരെന്താണ് ഒട്ടും അലസ്വരപ്പെടുത്തുന്നതല്ല. എന്ന് മാത്രമല്ല നമ്മുടെ പൊതുബോധത്തെ അങ്ങനെയാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ബാബറി മസ്ജിദ് തകർത്തതൊരു അനീതിയായിരുന്നു എന്ന ബോധത്തിൽ നിന്ന് ഇന്ത്യൻ സമൂഹം അതിൽ കടുത്ത പ്രതിഷേധമുള്ള വിഭാഗങ്ങൾ പോലും എങ്ങോട്ടെത്തി അതോ ഏതായാലും നടന്നില്ലേ. അപ്പോൾ ഈ രീതിയിൽ എന്താണ് നമ്മുടെ എല്ലാ മൂല്യബോധങ്ങളും നമ്മുടെ യുക്തി തകരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മൂല്യങ്ങളും ഡിസ്ട്രക്ഷന് വിധേയമാവുകയാണ്, ഒരു തരം തകർച്ചയ്ക്ക് വിധേയമാണ്. അങ്ങനെ തകരുന്നിടത്താണ് മൂലധനത്തിന് അതിൻ്റെ രഥയാത്ര നടത്താൻ കഴിയുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ മൂലധനത്തിൻ്റെ രഥയാത്ര എന്ന് പറയുന്നത് ആര്യബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഈ സവർക്കറിസമാണ് ഹിന്ദുത്വം. സവർക്കറിസത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയുള്ളതാണ്. ഈ സവർക്കറിസത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയുള്ള ഈ രഥയാത്ര എന്താണ് നീതിയുടെയും ധാർമ്മികതയുടെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും ഒരു തരത്തിലുള്ള അലസ്വരതയും എന്താണ് ഇന്ത്യൻ ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കുന്നില്ല. അവർ ഫാസത്തിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ കർഷകർ അവിടെ വരട്ടെ, അവർ സമരം ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ് കഴിഞ്ഞ സമരത്തിൽ 13 മാസം അവരവിടെ ഇരുന്നിരുന്നു. അവരവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ എന്താണ് ഡ്രോണൊക്കെ ഉപയോഗിച്ച് ടിയർ ഗ്യാസുകൾ ഉപയോഗിക്കുന്നു, ഷെല്ലുകൾ. ഇന്നലെ അർദ്ധരാത്രിയൊക്കെ എന്താണ് കൃഷിക്കാർക്ക് നേരെ ഡൽഹി അതിർത്തിയിൽ ഷെല്ലുകൾ വർഷിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് സംഭവിക്കുമോ? ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുമോ? ഇപ്പം ഇൻ്റർനാഷണൽ സബ്മിറ്റുകളൊക്കെ നടക്കുന്ന എത്രയോ വേദികളിൽ എന്താണ് ഇതിന് സമാനമായ പ്രക്ഷോഭങ്ങളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന്. സിയാറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, സിയാറ്റിലൊക്കെ നമ്മൾ കണ്ടത്. അവിടെയൊക്കെ ജനാധിപത്യപരമായ പ്രക്ഷോഭത്തെ എന്താണ് നിയന്ത്രിക്കാനും അതിനെ മാറ്റാനുമൊക്കെയാണ് അവിടുത്തെ പോലീസുകാർ ശ്രമിച്ചത്. ഇവിടെ എന്താണ് ഇവിടെ ഒരു ശത്രു രാജ്യത്തെ സേനയെപ്പോലെ ഇന്ത്യൻ കർഷകരെ കാണുകയാണ് ഇന്ത്യൻ ഭരണകൂടം. അപ്പോൾ രാജ്യം എത്തപ്പെട്ട വളരെ അപകടകരമായ ഒരു സ്വേച്ഛാധിപത്യ നൃശംസതയുടേതായ ഒരു സാഹചര്യത്തെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് അവർക്ക് വളരാൻ കഴിഞ്ഞത് ഇങ്ങനെ ആയിരക്കണക്കിന് കോടികൾ ശരിയും തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ ഇന്ത്യൻ കുത്തകകൾ ഉണ്ടാക്കുന്ന എന്താണ് അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് പറയുമ്പോഴേ ഒരു കാര്യം, ഇപ്പോൾ കോർപ്പറേറ്റ് ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ ഇന്നു മുതലില്ല. നമ്മൾ രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു നിയമപരമായ മാർഗ്ഗങ്ങളുമില്ലാതെ പണം സമാഹരിക്കാനുള്ള അനുവാദം കൂടിയാണ് ഒരു പരിധിവരെ ഈ വിധിയിലൂടെ കിട്ടുക. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അനുയായികളായി നിൽക്കുന്ന കോർപ്പറേറ്റുകൾ നമ്മുടെ കൂടെയുണ്ട്. അവിടെ നിന്ന് കൂടുതൽ പണം ഇവരുടെ ഖജനാവിലേക്ക് എത്തുവാൻ, ഈ പാർട്ടിയുടെ ഖജനാവിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഖജനാവിലേക്ക് എത്തുവാൻ ഒരവസരം തുറന്നിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറഞ്ഞില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരേത് അഴുക്കുചാലിലും ഇറങ്ങും, എവിടെ അവർ കളിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതുപോയാലും ഇപ്പം ഈ നോട്ട് നിരോധനത്തിന് ഘട്ടത്തിൽ നമ്മൾ അഹമ്മദാബാദ് ജില്ലാ ബാങ്ക് നിരോധിക്കപ്പെട്ട നോട്ടുകൾ എത്രയാണ് അവർ ശേഖരിച്ചത്, എത്രയാണ് അവർ മാറിയത്?
അപ്പോൾ അത് ഏത് നിയമം അനുസരിച്ചാണ്, റിസർവ് ബാങ്കിൻ്റെ ഏത് ചട്ടം അനുസരിച്ചാണ് അവർ ചെയ്തത്? അപ്പോൾ ഏത് മാർഗ്ഗം സ്വീകരിക്കുന്നതിൽ അവർ പ്രശ്നമില്ല. പക്ഷേ അമിത്ഷാ മോഡി കൂട്ടുകെട്ട് എന്നൊക്കെ പറയുന്നത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള എന്താണ് ഒരു തരം ക്രിമിനൽ കൂട്ടുകെട്ടാണത്. അവർക്ക് എന്ത് ചെയ്യുന്നതിനും മടിയില്ല, ആരെയും അവർക്ക് ഭയമില്ല, ലോകത്ത് ആരെയും അവർക്ക് ഭയമില്ല, ഏത് നുണ പറയുന്നതിലും അവർക്ക് ഭയമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ട് കീഴിൽ എന്തു സംഭവിക്കാം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 67% ജനങ്ങൾ 2019 ബി ജെ പിക്കെതിരായി ചിന്തിച്ചവരാണ്. അവരുടെ ഒരു ഏകോപനം ഉണ്ടാക്കാനും ആ വോട്ടുകൾ എന്താണ് ബി ജെ പി വിരുദ്ധമായി ഒരു രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കാനും പ്രതിപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോഴും ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഒറ്റയടിക്ക് ബി ജെ പിക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ട അവരെത്ര ഔപചാരികമായി അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ ജനത അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ജനത അതിനെതിരായിട്ട് ശക്തി, ഇപ്പോൾ കുക്കി നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്ത്യൻ സേന മുഴുവൻ തന്നെ അതിൻ്റെ എല്ലാ ആസാർ റൈഫിൾസ് ഉൾപ്പെടെയുള്ള ആദ്യഘട്ടത്തിൽ അവരെന്താണ് കുക്കികൾക്കെതിരായിട്ട് കുറച്ചവർ മര്യാദകൾ കാണിച്ചു, അതെല്ലാം ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുക. പക്ഷേ അവരെ തോൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയിലെ ജനത അതിൻ്റെ വൈവിധ്യം തന്നെ, അതിൻ്റെ നാനാത്വം തന്നെ ഒരു ഏകാത്മകതയിലേക്ക് രാജ്യത്തെ, ഒരു കേന്ദ്രീകരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിക്കുന്നതിന് എന്താണ് അതിൽ തന്നെ ജൈവികമായി എന്തുണ്ട്, അതിൻ്റെ തന്നെ ഒരു വൈരുദ്ധ്യം അതിന് എന്താണ് വലിയ രീതിയിലുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ ബി ജെ പി ഇപ്പോൾ എത്ര വലിയ ഇത് കളിച്ചാലും ഇന്ത്യൻ ജനത അങ്ങനെ തോറ്റുകൊടുക്കും എന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലിപ്പോൾ ഓരോ പ്രദേശത്ത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. ഈ രീതിയിൽ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ അവരുടെ നിലപാടുകളുടെ സ്വീകർത്താക്കളോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ കേൾക്കുന്ന ആൾക്കാരോ ഒക്കെയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ വലിയ പ്രതിരോധങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാർ NDAയിൽ ചേർന്നെങ്കിലും നിതീഷ് കുമാർ തൊടുത്തുവിട്ട ജാതി സെൻസസ് വലിയൊരാശയമാണ്. ബി ജെ പിക്ക് എക്കാലത്ത് ഭീഷണി ഉയർത്തുന്നൊരു ആശയമാണത്. അപ്പോൾ ആ ജാതി സെൻസസ് വരുമ്പോൾ ഇന്ത്യയിൽ ഈ വിശാല ഹിന്ദു എന്നൊക്കെ പറയുന്ന ഈ ഏകീകരണത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവർ പറയുന്ന ഹിന്ദു സമൂഹത്തിലെ ഇപ്പം 2011 സെൻസസ് കമ്മീഷണർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, ആ ഹിന്ദു സമുദായ വിഭാഗത്തിൽ എന്താണ് 85% ആളുകളും എന്താണ് രാജ്യത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്തോ ശരിയായ പ്രാതിനിധ്യം അവസരങ്ങളില്ലാത്തവരാണ്, അവരസംതൃപ്തരാണ്. ആ ജനതയെ ഏകോപിപ്പിക്കാൻ കഴിയുന്നൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ, ആ രീതിയിലുള്ള ഒരു നിലപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കോൺഗ്രസ് കുറച്ച് മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണുന്നത് എന്താണ്, കോൺഗ്രസും ഈ രാജ്യത്തെ ഇപ്പോൾ ഉള്ള പ്രതിപക്ഷമായിരുന്നു നിതീഷ് കുമാർ പോയാലും RJD പോലുള്ള പാർട്ടികളൊക്കെ എന്ത് തുടർച്ചയായിട്ട് എന്താണ് അവർ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആ കാര്യത്തിൽ അഭിമാനപൂർവ്വം നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. RJD പോലുള്ള അത്തരം രാഷ്ട്രീയ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, ഇത്തരം പാർട്ടികളെല്ലാം തന്നെ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകോപനമുണ്ടായാൽ തന്നെ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സവർണ മേധാവിത്വ ബോധമാണ് കോൺഗ്രസ് അവിടെ തോൽപ്പിച്ചത്. അവിടെ എത്രയോ ഈ ആദിവാസി ഗിരിവർഗ ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം തന്നെ എന്താണ് കോൺഗ്രസിനെ, ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാൻ തയ്യാറായതാണ്. പക്ഷേ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും കോൺഗ്രസിൻ്റെ ഈ ആഭിജാത്യബോധം തയ്യാറായില്ല. അപ്പോൾ ഒരു തുറന്ന വിശാലമായൊരു സമീപനം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, ദേശീയ നേതൃത്വം എടുക്കുകയും എല്ലാ സ്ഥലത്തും അവിടുത്തെ റീജിയണൽ പ്രത്യേകതയൊക്കെ മനസ്സിലായിക്കൊണ്ടൊരു ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോഴും എന്താണ് 67% ഒരു 60% ഏകോപിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ട്. എന്തൊക്കെ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പി നടത്തിയാലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ തന്നെ എന്താണ്, ഇന്ത്യൻ സമൂഹത്തിന് തന്നെ ഒരു സവിശേഷത ആ ഏകീകരണത്തിന് വഴങ്ങാത്ത വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയാണെങ്കിലും അതില്ലാത്ത കാലത്ത് സമാഹരിക്കുന്ന പണത്തിൻ്റെ പണമൊഴുക്കുണ്ടായാലും അതിനൊക്കെ മറികടക്കാൻ പാകത്തിലേക്കുള്ളൊരു ഏകീകരണത്തിലുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കെട്ടി പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ വിധിയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 2024 മാർച്ച് 13 ഇതുവരെ കോർപ്പറേറ്റ് ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ച തുക, അത് ആര് കൊടുത്തു, എത്ര കൊടുത്തു, ആര് സ്വീകരിച്ചു, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി മാത്രമാണ് വ്യവഹരിച്ചുകൊണ്ടിരുന്നത്. അവ SBI ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണം എന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അതായത് മാർച്ച് 13 അല്ലെങ്കിൽ മാർച്ച് 13 ഈ വിവരങ്ങൾ പുറത്തു വരണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഒന്നാമത്തെ കാര്യം, ഇത് പാലിക്കപ്പെടുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത് പാലിക്കപ്പെടുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അത് സാധാരണക്കാരായ മനുഷ്യരെ എത്രത്തോളം ഈ പറയുന്ന ഏകീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരിക്കും. അല്ല, ഇത് പ്രായോഗികമായിട്ട് ഇപ്പോൾ പല വിദഗ്ധന്മാരും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം
വളരെ വളരെ പ്രധാനമാണ്. പക്ഷേ ആ നിർദ്ദേശം പ്രായോഗികതയിലേക്ക് കൊണ്ടുവരും ഇത് ബോണ്ടുകളാണ്. അപ്പോൾ ഇത് പലരുടെ നിന്നും കൈമാറിയൊക്കെ വരുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ സൂക്ഷ്മ വിവരങ്ങൾ, വളരെ ഒബ്ജക്റ്റീവായ വിവരങ്ങൾ കളക്ട് ചെയ്ത് കിട്ടുക എന്നൊക്കെ പറയുന്ന അത്ര എളുപ്പമല്ല. ഈ ബോണ്ടുകൾ നൽകിയിരിക്കുന്ന ആളുകൾ തന്നെ എന്താണ്, അവർക്ക് ഇക്കാര്യത്തിൽ ഇതൊരു നിയമവിരുദ്ധമായ പണം വെളുപ്പിക്കാനുള്ളൊരു ഏർപ്പാടും കൂടിയാണല്ലോ കോർപ്പറേറ്റുകൾ. അതിൻ്റെയൊക്കെ സങ്കീർണതകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യൻ പ്രതിപക്ഷം അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഷെൽ കമ്പനികൾ വഴി നൽകിയ ബോണ്ടുകളും ഉണ്ടാകാം, ധാരാളം ഉണ്ടാകാം. അപ്പോൾ ഇതിൽ പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ക്യാമ്പയിനാക്കി മാറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സംഭവങ്ങളെ കേന്ദ്രീകരിച്ച് എന്താണ് പെട്ടെന്ന് പ്രക്ഷോഭജനകമാകുന്നത് നമ്മൾ കണ്ടിട്ട്. ഇപ്പം ബഫേഴ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ഒരു മാധ്യമങ്ങളുടെ, ദേശീയ മാധ്യമങ്ങളൊക്കെ കാര്യത്തിൽ കാണിച്ച ഒരു അഴിമതി വിരുദ്ധതയുടെയൊക്കെ പ്രശ്നമുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾ ഇത് സീരിയസ് ആയിട്ട് ഉന്നയിക്കാനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നഗരവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര വിഭാഗമല്ല. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, പലപ്പോഴും നഗരമധ്യവർഗ്ഗങ്ങളാണ് ബി ജെ പിക്കും എന്താവുന്നത് സപ്പോർട്ടാവുന്നത്. എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും ബി ജെ പി ഒരു കാര്യക്ഷമതയുള്ള, മോഡി എന്താണ് ഒരു ശേഷിയുള്ള ഭരണാധികാരികളാണെന്നൊക്കെയുള്ള ചിന്തിക്കുന്ന മധ്യവർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ ബോണ്ട് വഴിയൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ ഈ മധ്യവർഗ്ഗ വിഭാഗങ്ങൾക്കിടയിലൊക്കെ നന്നായി ക്യാമ്പയിൻ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയണം എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിക്ക് ആ രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഇന്ത്യ മുന്നണിക്ക് ഒരു ഈ ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോകുന്നതിന് പകരം കേന്ദ്രീകരിച്ച രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് തന്നെ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും പ്രതിപക്ഷങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സാധ്യതയാണ്. സുപ്രീം കോടതിയുടെ ഇത് വിധി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്, അല്ലെങ്കിൽ ഭരണഘടനാ സാധുതയില്ലാത്തതാണ് എന്ന സുപ്രീം കോടതിയുടെ വിധി ഒരു പക്ഷേ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമായേക്കാം. ഇതിൻ്റെ വിവരങ്ങൾ, ആര് എത്ര പണം ആർക്ക് കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് വഴി എന്നത് ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഒരു പക്ഷേ വലിയ ചലനങ്ങൾക്ക് കാരണമായേക്കാം. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കെ ടി കുഞ്ഞിക്കണ്ണൻ. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡുകൾ പൂർത്തിയാവുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.